അരുന്ധതി തന്റെ വീട്ടിലിരുന്ന് കൃഷ്ണതുളസിയുടെ പാട്ട് ആസ്വദിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഒരാള് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആരാ മനസ്സിലായില്ലെന്ന് അരുന്ധതി പറയുമ്പോൾ, ഞാൻ ജി കെ ആണ്, സംഗീത സംവിധായകൻ, ഓർമ്മയില്ലേ എന്ന് ജി കെ ചോദിക്കുന്നു. ഓ, ജി കെ സാറോ, ശരി, ഓർമ്മ വന്നു. അല്ല സാർ എന്താ വന്നത്, എന്താ കാര്യമെന്ന് അരുന്ധതി ചോദിക്കുന്നു. ഞാൻ ഒരു സഹായം ചോദിച്ചു വന്നതാ. പണത്തിനാണെങ്കിൽ സാർ ഇവിടെ നിൽക്കണമെന്നില്ല. ഞാനേ ആർക്കും പണം ദാനം കൊടുക്കാറില്ല. അരുന്ധതി, പഴയ കാര്യങ്ങളൊന്നും മറക്കരുത്. അരുന്ധതിയെ ഗായികയാക്കിയതേ ഞാനാണ്. സാറേ, ചരിത്രമൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അരുന്ധതി പറയുമ്പോൾ ജി കെ പറയുകയാണ്. അത് പിന്നെ എനിക്ക് പുതിയൊരു സിനിമയിലേക്ക് സംഗീത സംവിധാനം ചെയ്യാനായി അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിസ്മയെ കൊണ്ട് അതിലേക്കൊരു പാട്ട് പഠിച്ചാലോ എന്നറിയാനാ ഞാൻ വന്നത്. എൻ്റെ സാറേ, സാറിനോട് ക്ഷമിക്കണം. വിസ്മയ്ക്ക് അതിനൊന്നും സമയമില്ല. ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഏതെങ്കിലും സംഗീത സംവിധായകന്മാരുടെ കൂടെ ഒരു പാട്ട് പഠിപ്പിക്കണം അവളെ കൊണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ലാതെ ഇതേപോലെ ചെറിയ സിനിമകളിലൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അരുന്ധതി പറയുന്നു. അതേസമയം ആരാ മമ്മിയെന്ന് ചോദിച്ചുകൊണ്ട് വിസ്മയ അങ്ങോട്ടേക്ക് വരുമ്പോൾ ജി കെ പറയുകയാണ്, ഞാനൊരു സംഗീത സംവിധായകനാ ജി കെ. ആ, ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വിസ്മയ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, നിന്നെക്കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇത് കേൾക്കുന്ന വിസ്മയ പറയുകയാണ്, അതെ, സാറൊക്കെ ഔട്ട്ഡേറ്റഡായി. എനിക്ക് സാറിൻ്റെ ഒന്നും കൂടെ പാടുന്നത് പോലും ചിന്തിക്കാനാകില്ല. തുടർന്ന് ജി കെ അപമാനിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അരുന്ധതിയും വിസ്മയയും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും ശശികുമാർ സാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ഞങ്ങള് ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് ചോദിക്കാൻ വേണ്ടിയാ വന്നത്. ഞങ്ങള് ഒരു മ്യൂസിക് കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ശ്യാമ ഉൾപ്പെടെ പ്രതിഭയുള്ള കലാകാരന്മാരെയൊക്കെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കുക, അതാ ലക്ഷ്യം. തുടർന്ന് ശശികുമാർ സാറ് പറയുകയാണ്, അത് നല്ല കാര്യം തന്നെയാ, പക്ഷേ ഈ ഫീൽഡിൽ നിങ്ങൾ കുറേ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പൂർണ്ണമായും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ശശികുമാർ പറയുന്നു. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ട് ഞങ്ങൾ സാറിനെ അറിയിക്കാം. സാറ് വേണം കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ. കേരളം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ഭാഗ്യമല്ലേ. ഞാൻ എന്താണെങ്കിലും വരാമെന്ന് ശശികുമാർ പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയും ശ്രീമോളും കൂടി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. അതേസമയം വസുന്ധരയും ഐശ്വര്യയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അശ്വതിയെ കണ്ടയുടൻ തന്നെ വസുന്ധര അവരുടെ അടുത്തേക്ക് ചെന്ന് ഐശ്വര്യയ്ക്ക് അശ്വതിയെ പരിചയപ്പെടുത്തുകയാണ്. ഓ, അപ്പോൾ ഇവളാണ് അന്ന് വീട്ടിലും ഓഫീസിലുമൊക്കെ വന്നത്. തുടർന്ന് ഐശ്വര്യയെ കാണിച്ചു കൊടുത്ത് വസുന്ധര പറയുകയാണ്, ഇത് ഐശ്വര്യ, എൻ്റെ രണ്ടാമത്തെ മകൻ അരുണിൻ്റെ ഭാര്യ. അമ്മയെ കണ്ടതിൽ സന്തോഷമുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങ് പൊക്കോട്ടെ. മോളെ, അന്ന് ആശുപത്രി വെച്ചും അമ്മ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒന്ന് വീട്ടിലേക്ക് വരാൻ. അന്നും മോള് വന്നില്ലല്ലോ. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ, കയറിയിട്ട് പോകാമെന്ന് വസുന്ധര പറയുമ്പോൾ പിന്നീട് ഒരിക്കലാകാമെന്ന് അശ്വതി പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, എന്താണെങ്കിലും ഇവളെ വീട്ടിൽ കൊണ്ടുപോകണം. എന്നിട്ട് ആദ്യേട്ടൻ വരുന്നവരെ ഇവളെ പിടിച്ച് നിർത്തുകയും വേണം. അമൃതേട്ടത്തെയും കൂടി കാണുമ്പോഴേ ആകെ ഒരു പൂകിലായിരിക്കും. അരുണിനെയും കാണിച്ചു കൊടുക്കാമെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, അശ്വതി എന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് 100 നാവാണ്. എന്താണെങ്കിലും അശ്വതി വീട്ടിൽ വന്നിട്ട് പോയാൽ മതി. തുടർന്ന് ഐശ്വര്യ അശ്വതിയെ നിർബന്ധിക്കുമ്പോൾ ശ്രീമോള് പറയുകയാണ്, അമ്മേ, നല്ല മുത്തശ്ശിയാ, നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ അശ്വതിയും കൊണ്ട് വസുന്ധരാമ്മ ആനന്ദ നിലയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആനന്ദ നിലയത്തിന്റെ വാതിൽക്കൽ ചെന്ന് അവർ കാറിൽ ഇറങ്ങുമ്പോൾ അശ്വതി പറയുകയാണ്, അമ്മേ, ഞങ്ങള് പിന്നീട് ഒരിക്കൽ വരാമമ്മേ. എന്താ മോളെ, മോൾക്ക് നാണക്കേടോ ചമ്മലോ മറ്റോ ആണോ? മോളുടെ സ്വന്തം വീടായിട്ട് തന്നെ കരുതിയാ മതി. അങ്ങനെ ഐശ്വര്യ അശ്വതിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റുകയാണ്. അങ്ങനെ അശ്വതി അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അശ്വതി, വലതുകാൽ വെച്ച് തന്നെ കയറണേ. അമ്മേ, ഞാൻ വേറെ ഒരു ദിവസം വരാമെന്ന് അശ്വതി പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, ഇന്നിവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് പോയാൽ മതി. ഇല്ലാതെ മോളെ ഞാൻ വിടില്ല. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ശ്യാമ അശ്വതിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ശ്യാമ പെട്ടെന്ന് തന്നെ അമൃതയുടെ അടുത്തേക്ക് ഓടുകയാണ്. അതേസമയം വസുന്ധരയും ഐശ്വര്യയും കൂടി അശ്വതിയെ വസുന്ധരയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അമൃതേട്ടത്തി, അശ്വതി ചേച്ചിയെ താഴെ വന്നിരിക്കുന്നു. അമ്മയും ഐശ്വര്യട്ടത്തെയും കൂടി കൂട്ടിക്കൊണ്ടു വന്നതെന്നാ തോന്നുന്നത്. ഇത് കേൾക്കുന്ന അമൃതയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ, വീട്ടിലെ ഭർത്താവ് കാത്തിരിക്കുന്നത് കൊണ്ടാണോ ഇത്ര ധൃതിയെന്ന് ഐശ്വര്യ അശ്വതിയോട് ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, അശ്വതിക്ക് ഭർത്താവില്ല മോളെ, ശ്രീമോൾക്ക് അച്ഛനില്ല. ഇത് പറ്റിയതാ, ഭർത്താവ് മരണപ്പെട്ടോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ കുറിച്ച് ഒന്നും ചോദിക്കേണ്ടെന്ന് വസുന്ധര പറയുന്നു. തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവ് ആദി ഇവിടെയുണ്ട്. ആദിനെ കാണിക്കാതെ ഞാൻ നിങ്ങളെ വിടാനേ പോകുന്നില്ല. അതിനുവേണ്ടിയല്ലേ ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അമൃതയെടുത്തി, എൻ്റെ കൂടെ വന്നേ, നമുക്ക് താഴെ പോയി എന്താണ് കാര്യമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അമൃതയും കൂട്ടിക്കൊണ്ട് ശ്യാമ താഴേക്ക് പോകാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഐശ്വര്യ വരികയാണ്. അല്ല, ചേച്ചിയും അനിയത്തിയും കൂടി പുറത്തേക്ക് പോകാനാണോ പ്ലാൻ? അല്ല, എന്താ ഏട്ടത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇന്നിവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും, അപ്പോൾ നിങ്ങളും വേണം, അതാ ഞാൻ ചോദിച്ചതെന്ന് ഐശ്വര്യ പറയുന്നു.
ഇന്നിവിടെ ചില പൂരവും വെടിക്കെട്ടും ഒക്കെ തന്നെ ഉണ്ടാകും. അമൃതേട്ടത്തി എന്താണെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാകണം. അല്ല, ആദ്യേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ എന്താ ഏട്ടത്തിയെന്ന് ശ്യാമ ചോദിക്കുന്നു. അല്ല, ചില സംഭവങ്ങളൊക്കെ കണ്ട് രസിക്കാനായിരുന്നു. എന്നാലേ നിങ്ങൾ ചെല്ല്, ഞാനിതാ വരുന്നെന്ന് പറഞ്ഞ് ഐശ്വര്യ നേരെ അരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അരുണേ, ഇങ്ങ് വന്നേ, താഴെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താ ഐശ്വര്യ, നീ കാര്യം പറയാൻ അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഒന്ന് വാ അരുണേ. അങ്ങനെ ഐശ്വര്യ അരുണിനെ ബലമായി പിടിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.